രാഷ്ട്രീയത്തിന് അപ്പുറം സിനിമയും ആയിട്ട് അടുത്ത ബന്ധമില്ല ചിന്തയ്ക്ക്? സിനിമ വളരെ ഇഷ്ടമുള്ളൊരു മേഖലയാണ്. സിനിമകളൊക്കെ കാണാറുണ്ട്. എല്ലാവരെയും പോലെ സിനിമയോടൊരു പ്രത്യേകമായ ഇഷ്ടം ഉണ്ടല്ലോ. അഭിനയിക്കണമെന്ന് മോഹമുണ്ടോ? പറ്റിയ അവസരങ്ങളൊക്കെ വന്നാൽ അഭിനയിക്കാം. അങ്ങനെ ആരെങ്കിലും അഭിനയിക്കാൻ സിനിമയൊക്കെ വിളിച്ചിട്ടുണ്ടോ? മധുപാൽ സാർ ഇടയ്ക്കൊന്ന് സംസാരിച്ചിരുന്നു ഒരു സിനിമയുമായി ബന്ധപ്പെട്ട്. ആ സമയത്ത് യൂത്ത് കമ്മീഷൻ ചെയർപേഴ്സന്റെ തിരക്കുകളായിരുന്നു. അതുകൊണ്ട് ആ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല. 2 ടൈമില് ചെയർപേഴ്സൺ ആയിട്ട് 2016 പിന്നീട് വീണ്ടും പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ വീണ്ടും 2 ടൈമിൽ അങ്ങനെ ഇരിക്കാൻ ഒരു ഭാഗ്യമുണ്ടായ വ്യക്തിയാണ്. അതെ, 2 ടേം. യൂത്ത് കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി 3 വർഷമാണ്. ഒരു നിയമിക്കപ്പെട്ടാൽ 3 വർഷമാണ്. ഒരാൾക്ക് പരമാവധി 2 ടേം മാത്രമേ ആ പദവിയിൽ ഇരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് അതിന്റെ ആക്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 2 തവണ ആ പദവിയിൽ ഉത്തരവാദിത്വം നിർവഹിക്കാൻ സാധിച്ചു. ഇപ്പം എങ്ങനെയാണ്? ഇപ്പൊ ഫ്രീ ആണോ? രാഷ്ട്രീയമാണല്ലോ പ്രവർത്തനം, രാഷ്ട്രീയ മേഖലയിലുള്ള യാത്രയാണല്ലോ. തികച്ചും ഫ്രീ ഒന്നുമല്ല. കാരണം സംഘടനാ പ്രവർത്തനം ഡിവൈഎഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിലും പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം എന്നുള്ള നിലയിലും നിരവധി പരിപാടികളും അതോടൊപ്പം തന്നെ മറ്റ് തിരക്കുകളും ഒക്കെ ഉണ്ട്. ചിന്തിക്കാതെ ചിന്താജറാം എന്നാണ് ഞാൻ പേരിട്ടാണ്. ചിന്തിക്കാതെ പല കാര്യങ്ങളും പറയും, പിന്നീട് അത് വലിയ ട്രോളുകളിലേക്ക് എത്തും. അങ്ങനെയല്ല, പറയുന്ന കാര്യങ്ങളൊക്കെ നല്ല ബോധത്തോടു കൂടി തന്നെ പറയുന്നത്. നമ്മള് ഇങ്ങനെ തീരുമാനിച്ചുറപ്പിച്ച് ചിന്തിച്ചൊന്നും അല്ലല്ലോ. നമ്മുടെ ബോധ്യങ്ങളിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ പറയുന്നതല്ലേ. അല്ലാതെ നമ്മളൊരു ഫേക്കായിട്ട് ആക്ട് ചെയ്യോ അല്ലെങ്കിൽ ചിന്തിച്ചുറപ്പിച്ച് നമ്മളല്ലാത്തൊരു രൂപത്തിൽ നമ്മളെ അവതരിപ്പിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. വളരെ ജെന്യുവിനായ അഭിപ്രായങ്ങൾ പറയുകയും എൻ്റെ ബോധ്യങ്ങളിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ ഓരോ ഘട്ടത്തിലും മനുഷ്യൻ പരിണാമത്തിന് വിധേയമാകുമല്ലോ. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ പിന്നീട് എനിക്ക് തിരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ ഞാൻ തിരുത്തിയിട്ടുമുണ്ടല്ലോ. ചില കാര്യങ്ങൾ ഇപ്പം മനുഷ്യ സഹജമാണല്ലോ. നമ്മുടെ ഭാഗത്ത് ഉണ്ടാകുന്ന അഭിപ്രായങ്ങൾ, നമ്മൾ ജീവിക്കുന്ന സാഹചര്യം, നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ, അതൊക്കെ ആണല്ലോ നമ്മളെ സ്വാധീനിച്ചിട്ടുള്ളത്. ഓരോ കാലത്തും നമുക്ക് പുതിയ അറിവുകൾ ലഭിക്കും. അപ്പോൾ ചിലപ്പോൾ തിരുത്തേണ്ട കാര്യങ്ങളൊക്കെ തിരുത്തും, കൂട്ടിച്ചേർക്കേണ്ടവ കൂട്ടിച്ചേർക്കും, ചില നിലപാടുകളിൽ ഉറച്ചു നിൽക്കും. അങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത്. ഈ നിലപാടുകൾ ഉറച്ചു നിൽക്കുമ്പോൾ പിന്നീട് ആ നിലപാട് കൃത്യമാണെന്ന് മറ്റുള്ളവർ പറഞ്ഞു തരാറുണ്ടോ? ആ നിലപാട്, ചിന്ത എടുത്ത നിലപാട് കൃത്യമായിരുന്നു, അത് ഉറച്ചു നിൽക്കുന്നു. ചില കാര്യങ്ങൾ പിൻവലിക്കുമ്പോൾ ചിന്ത അത് പറയേണ്ടായിരുന്നു എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? സ്നേഹസമ്പന്നമായ ഒരുപാട് ഉപദേശങ്ങളും തിരുത്തലുകളും ഒക്കെ നമുക്ക് ജീവിതത്തിൽ ലഭിക്കാറുണ്ട്. ചിലതൊക്കെ എനിക്ക് ഞാൻ എടുത്തിട്ടുള്ള രീതി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മറ്റു ചിലതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ സൂക്ഷ്മതയെക്കുറിച്ചും, അപ്പം പ്രബന്ധത്തിൽ തന്നെ വന്നൊരു നോട്ടപിശകിനെ സംബന്ധിച്ച് അതുണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അതോടൊപ്പം തന്നെ എന്നെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കളും ഗുരുതുല്യരായിട്ടുള്ള ആളുകളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അത് അങ്ങനെ വേണ്ടതില്ല, കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ സ്വീകരിക്കണം എന്നുള്ളത്. അപ്പം അങ്ങനെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു, എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. ഈ ഡോക്ടറേറ്റിന്റെ കാര്യത്തിലേക്ക് സിനിമയുമായി ബന്ധപ്പെട്ടാണ് 10 സിനിമകൾ എടുത്താണ് അല്ലെ? 10 സിനിമകൾ ഏതൊക്കെയായിരുന്നു? 10 സിനിമകൾ എന്ന് പറയുന്നത് നവലിബറൽ കാലഘട്ടത്തിലെ മലയാള കച്ചവട സിനിമയെ കുറിച്ചാണ്, കമേഴ്ഷ്യൽ സിനിമയെ കുറിച്ചാണ്. അപ്പം 91 ശേഷം ഇറങ്ങിയ പ്രധാനപ്പെട്ട 10 ചിത്രങ്ങൾ എടുത്തിട്ടാണ്. അതിൽ 2000 മുമ്പുള്ള 4 സിനിമകളെ കുറിച്ചാണ് ഇവിടെ ഞാൻ പറഞ്ഞത്. ഉൾപ്പെടെയുള്ള സിനിമകൾ, 2 മോഹൻലാൽ 2 മമ്മൂട്ടി ചിത്രങ്ങൾ. 2000 ശേഷം വരുമ്പോഴത്തേക്കും ന്യൂ ജനറേഷൻ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ചില ചിത്രങ്ങളെ പറ്റി പരാമർശം നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അല്ലേ. ഈ മാടമ്പിത്തരമാണോ ഒരു സിനിമ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ടോ അത്തരം സിനിമകൾ? ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലത്തെ മാടമ്പിത്തരമുണ്ടോ ആ സിനിമയിലൊക്കെ? അല്ല, പൂർണ്ണമായും അങ്ങനെ ഒരു ആഖ്യാനത്തിലേക്കൊന്നും അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായത്തിലേക്കൊന്നും അല്ല പറഞ്ഞു പോകുന്നത്. ആ സിനിമകൾക്കകത്തുണ്ടായിട്ടുള്ള ഓരോ സിംബൽസിനെ പറ്റി, ആ സിനിമയുടെ ക്യാമറ കൈകാര്യം ചെയ്തിട്ടുള്ള രീതികളെ പറ്റി, അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ബിംബങ്ങൾ, ആ ബിംബങ്ങൾ ഫ്യൂഡൽ സംസ്കാരത്തെ ചൂണ്ടിക്കാണിക്കുന്ന ചില അടയാളപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അതിനകത്തൊരു പരിശോധന, ഒരു വായന എന്ന നിലയിൽ പറഞ്ഞു പോകുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അത്തരം സിനിമകൾ മലയാളി പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ച സിനിമകളാണ് അല്ലേ? വെല്ലേട്ടനാണെങ്കിൽ, ആറാം തമ്പുരാനാണെങ്കിൽ, ദേവാസുരമാണെങ്കിൽ ഇരുകൈ നീട്ടി സ്വീകരിച്ച സിനിമയാണ്. അതിൽ ഈ പറയുന്ന ഓരോ പ്രവർത്തനങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഡോക്ടറേറ്റിന് വേണ്ടി സ്റ്റഡി ചെയ്യുകയും ഡോക്ടറേറ്റ് ലഭിക്കുകയും ചെയ്തത്. അപ്പം പ്രേക്ഷകർ മണ്ടന്മാരാണോ?
ഒരിക്കലും അല്ല. കാരണം സിനിമ എന്ന് പറയുന്ന ഒരു പോപ്പുലർ മീഡിയമാണ്. ഏറ്റവും അധികം ജനങ്ങൾ ഇഷ്ടപ്പെടുകയും ജനങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യുന്ന ഒന്നാണല്ലോ സിനിമ. അപ്പോൾ സിനിമ രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, സമൂഹത്തിൽ പൊതുവായി നടക്കുന്ന കാര്യങ്ങൾ സിനിമയ്ക്കകത്ത് ചിത്രീകരിക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ സിനിമയിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളും സമൂഹം വളരെ ഈസിയായി അതിനെ ഉൾക്കൊള്ളുകയും സമൂഹത്തിനകത്ത് അത് ഒന്നുകൂടി കോമൺ ആയി അല്ലെങ്കിൽ വളരെ സ്വീകാര്യമായി മാറുന്നതിന് സിനിമ ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാധീനിക്കപ്പെടുന്നുണ്ട്. സമൂഹം സിനിമയിലും സിനിമ സമൂഹത്തിലും സ്വാധീനം കൃത്യമാണ്. അതെ. അപ്പോൾ അതിനകത്ത് ഞാൻ എന്തുകൊണ്ട് കമേഴ്ഷ്യൽ സിനിമ എടുത്തെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉദാഹരണം ഇത് തന്നെയാണ്. നല്ല രൂപത്തിൽ സമൂഹത്തിൽ സ്വാധീനം തീർത്തിട്ടുള്ള സിനിമകളാണ് ഇവയെല്ലാം. അപ്പോൾ മനുഷ്യന്റെ മനസ്സിനെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോൾ പോലും നമ്മുടെ പൊതു ഇടങ്ങളിൽ ഇതിലെ പല ഡയലോഗുകളും ഉപയോഗിക്കപ്പെടുന്നു. ഇതിലെ പല ആംഗ്യങ്ങളും ചിഹ്നങ്ങളും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത്ര പതിഞ്ഞ സിനിമകളാണ്. അപ്പോൾ ആ സിനിമകൾ ആ കാലഘട്ടത്തെ പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ സിനിമകളിലെ ഈ സിംബൽസ് ഒക്കെ ആ കാലഘട്ടത്തിനപ്പുറത്തേക്ക് നമ്മുടെ സമൂഹത്തിനകത്ത് നിലനിൽക്കുന്ന ഒരു ചിന്താഗതിയെ സ്വാധീനിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ സിനിമ എന്ന നിലയിൽ എങ്ങനെയാണ് അത് മനുഷ്യരെ സ്വാധീനിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായമാണ് അതിൽ നടത്തിയത്. കൃത്യമായിട്ട് ആ അഭിപ്രായങ്ങളാണ് അതിലുള്ളത്. ഇത്തരം സിനിമകൾ 10 സിനിമകൾ എടുക്കുമ്പോൾ നമ്മൾ എത്ര നാളത്തെ സ്റ്റഡി ആയിരുന്നു അത്? ഞാൻ PhD എൻട്രൻസ് എഴുതിയാണ് കേരള യൂണിവേഴ്സിറ്റി ഗവേഷണം തുടങ്ങിയത്. അതിനുശേഷം എനിക്ക് JRF ലഭിക്കുകയുണ്ടായി. അപ്പോൾ JRFിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഗവേഷണം തുടർന്നത്. ഞാൻ ഏകദേശം 8 വർഷം എടുത്തു പ്രബന്ധം സബ്മിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്നാൽ അതിനു മുമ്പ് തന്നെ സിനിമയെക്കുറിച്ച് കൂടുതൽ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൻ്റെ ഒരു അടുത്തേക്ക് എത്തുന്നതിൽ സഹായിച്ചൊരു വ്യക്തി നമ്മുടെ മധു സാറാണ്. ചെമ്മീനിലെ നമ്മുടെ സ്നേഹം നിറഞ്ഞ മധു സാർ. അപ്പം മധു സാറ് ഞാൻ കേരള സർവകലാശാല യൂണിയൻ ചെയർപേഴ്സൺ ആയിരിക്കുമ്പോൾ എൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നു. അതിനുശേഷം ഞാനുമായി വളരെ വ്യക്തിബന്ധമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ, സാറിൻ്റെ മകള് സിനിമയിലാണ് PhD ചെയ്തത്, ഉമ്മച്ചേച്ചി. അത് കൊമേഴ്സ് ആണ്. അപ്പം സിനിമയുടെ കമേഴ്ഷ്യൽ ആസ്പെക്റ്റിനെ പറ്റിയും അതിൻ്റെ ലാഭം, സാറൊരു നിർമ്മാതാവ് കൂടിയായിരുന്നല്ലോ, അപ്പോൾ അതെല്ലാം വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ എന്നോട് 1-2 വിഷയങ്ങളെക്കുറിച്ച് സാറ് പറഞ്ഞു. അപ്പോൾ അതിൽ എനിക്കിഷ്ടപ്പെട്ടൊരു വിഷയം, പിന്നെ എൻ്റെ ഗൈഡുമായിട്ട് കൂടി സംസാരിച്ചാണ് ഞാൻ ഈ ഒരു ഏരിയയിലേക്ക് വന്നത്. അങ്ങനെ സിനിമയുമായിട്ട് പറയുമ്പോൾ അങ്ങനെ ചില ബന്ധങ്ങൾ കൂടി ഉണ്ട്. തീർച്ചയായിട്ടും. ഇത് പറയുമ്പോഴാണ് LDF ചിന്താഗതിക്കാരനായ മമ്മൂട്ടിയുടെ സിനിമ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനുശേഷം മമ്മൂട്ടിയായിട്ട് ഇതേക്കുറിച്ചുള്ള ചർച്ച ചെയ്തിരുന്നു? അല്ല, മമ്മൂക്കായെ അല്ലാതെ വ്യക്തിപരമായിട്ട് എനിക്ക് ഇതിന് ശേഷം ഇല്ല അങ്ങനെ സംസാരിച്ചിട്ടില്ല. അത് ആ ഒരു വ്യക്തി എന്നുള്ള നിലയിലല്ലല്ലോ, ആ സിനിമകളെ കുറിച്ചുള്ള പഠനമാണ് നടത്തിയിട്ടുള്ളത്. അല്ലാതെ കാണുമ്പോഴെല്ലാം വളരെ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടിയാണല്ലോ മമ്മൂക്ക എല്ലാരോടും പെരുമാറുന്ന. അങ്ങനെയാണ്. ആരാണ് ഫാൻ? ഞാൻ കുട്ടിക്കാലത്തെല്ലാം വളരെ വലിയൊരു ലാലേട്ടൻ ഫാനായിരുന്നു. പിന്നീട് ഇപ്പോൾ മമ്മൂക്കയും ലാലേട്ടനെ ഒരുപോലെ ഇഷ്ടമാണ്. പിന്നെ ദുൽഖറിനെ ഇഷ്ടമാണ്. ഇവൻ ഈ റോഷൻ എന്ന് പറഞ്ഞ പുതിയ താരമുണ്ട്, അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ നടന്മാരെയും വളരെ ഇഷ്ടമാണ്. ഈ സിനിമയിൽ അഭിനയിക്കണമെന്ന് ഇപ്പോൾ നേരത്തെ ഞാൻ ആദ്യത്തെ ചോദ്യത്തിന് കൃത്യമായി പറഞ്ഞു, അഭിനയിക്കുന്ന കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ഇത്ര നാളും സിനിമയിൽ അഭിനയിക്കാൻ ഒന്ന് ട്രൈ ചെയ്തിരുന്നോ? ഇല്ല അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. അങ്ങനെ ആരെങ്കിലും വിളിച്ച അതുപോലെ മാത്രമായിരുന്നു എന്ന് പറയുന്നു. പിന്നീട് കുറെ ബന്ധങ്ങളുണ്ട് അല്ലേ? അല്ല, മധുപാൽ സാറ് തന്നെ ഒരു ടൊവിനോയുടെ മറ്റൊരു സിനിമയാണ്, അപ്പം എനിക്ക് തോന്നുന്നു കുപ്രസിദ്ധനായ പയ്യൻ, അതിലാണ് സാർ എന്നെ വിളിച്ചു. അപ്പം ഞാനൊരു കമ്മിറ്റിയിൽ പങ്കെടുക്കുന്ന സമയത്ത് എനിക്ക് ഫോൺ എടുക്കാൻ കഴിയാതിരുന്നപ്പോൾ സാറ് മറ്റൊരു സുഹൃത്ത് വഴി എനിക്ക് മെസ്സേജ് അയച്ചു. പിന്നീട് സാറ് വഴി സംസാരിച്ചു. അപ്പോൾ എന്നോട് അതിൽ ഒരു വേഷം കൈകാര്യം ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചു. പക്ഷെ ആ സമയത്ത് ഞാൻ ഈ കമ്മീഷൻ ചെയർപേഴ്സൺ എന്ന നിലയിൽ വലിയ തിരക്കിലായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു പ്രയാസത്തോടു കൂടി തന്നെ ഞാൻ സാറിനോട് പറഞ്ഞു, എനിക്ക് അതിനകത്തൊരു ബുദ്ധിമുട്ട് ഉണ്ട്. അപ്പോൾ ഈ അടുത്തിടയ്ക്കും ഞാൻ പോത്തങ്കോട് ശാന്തിഗിരി ആശ്രമത്തിൽ ഞങ്ങളൊരു പരിപാടിയിൽ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോഴും ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അന്ന് ഒരുമിച്ച് അങ്ങനെ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത്. പിന്നെ ഈ അടുത്തിടയ്ക്ക് മറ്റൊരു വ്യക്തി വിളിച്ചിരുന്നു. അതങ്ങനെ വലിയ വേഷമൊന്നുമല്ല, ആസിഫ് അലിയും നമിത പ്രമോദും ഉള്ളൊരു ചിത്രത്തിൽ അവർക്ക് അതാണോ എന്ന് എനിക്കറിയില്ല, അവർക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്ന ഘട്ടത്തിൽ അവരെ രക്ഷിക്കാൻ എത്തുന്ന
ഒരു വ്യക്തി എന്ന നിലയിൽ അവരാദ്യം സന്തോഷ് ജോർജ് കുളങ്ങരയാണ് നോക്കിയിരുന്നത്. അപ്പൊ അദ്ദേഹം എന്തോ യാത്രയിലായി. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്തുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാനും ഇല്ലായിരുന്നു. പിന്നീട് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് അവൈലബിൾ ആയി എനിക്കൊന്ന് ജാസി ഗിഫ്റ്റ് അദ്ദേഹം ആ വേഷം ചെയ്തു എന്നാണ്. പിന്നീട് ആസിഫ് അലി ഞങ്ങളുടെ യൂത്ത് ഐക്കൺ അവാർഡ് നേടിയിരുന്നു യൂത്ത് കമ്മീഷന്റെ. അപ്പൊ അതിന് വന്നപ്പോൾ ആസിഫ് എന്നോട് പറഞ്ഞു അത് ചെയ്തത് ജാസി ഗിഫ്റ്റ് ആണെന്ന്. അതിൽ ചിന്താ ജെറോമായിട്ട് തന്നെയാണ് അവർ ക്ഷണിച്ചത്. ചിന്താ ജെറോം അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണല്ലോ, അതുകൊണ്ടായിരിക്കും അങ്ങനെ തന്നെ ക്ഷണിച്ചത്. അവര് തിരുവനന്തപുരത്ത് അന്ന് ആരാ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നോക്കി വിളിച്ചതാ, അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ നമ്മുടെ മഹിമ കൊണ്ട് വിളിച്ചതൊന്നുമല്ല. പക്ഷെ അന്ന് ഞാൻ തിരുവനന്തപുരത്ത് ഇല്ലായിരുന്നു, ഞാൻ കണ്ണൂരായിരുന്നു. അപ്പോൾ ഇതാണ് എനിക്ക് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട അവസരങ്ങളല്ലേ. അവസരങ്ങൾ തേടിയെത്തുന്നുണ്ട്. അപ്പോൾ ചിന്ത എന്നൊരു കലാകാരിയിലേക്ക് രാഷ്ട്രീയത്തിനൊപ്പം അഭിനയിക്കാൻ കഴിയുന്നുള്ള അറിയാം എല്ലാവർക്കും, അതുകൊണ്ട് അവസരങ്ങൾ തേടിയെത്തുന്നത്. അല്ല, അഭിനയിക്കാനൊന്നും കഴിയുന്നുള്ളത് കൊണ്ടല്ല, നമ്മുടെ മേഖല പൊതുപ്രവർത്തനം. രാഷ്ട്രീയക്കാർ കൂടുതൽ രാഷ്ട്രീയം തന്നെ ഒരു അഭിനയമാണല്ലോ. ഒരിക്കലും അല്ല. രാഷ്ട്രീയം അഭിനയമായിട്ട് എന്താണ് വ്യത്യാസം? അഭിനയം എന്ന് പറയുന്നത് നമ്മൾ പർപ്പസ്ഫുള്ളി ഒരു ഇടത്ത് നമ്മളല്ലാതെ മറ്റു ചില ജീവിതങ്ങളിലേക്ക് പോകുന്നതല്ലേ. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളായി തന്നെ ഇരിക്കുക എന്നുള്ളതല്ലേ. പിന്നീട് രാഷ്ട്രീയക്കാർക്ക് അഭിനേതാക്കളാകാൻ കഴിയുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് ജീവിതങ്ങൾ നമ്മൾ നേരിട്ട് കാണുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങളൊക്കെ സിനിമയിലൂടെയും പുസ്തകത്തിലൂടെയും ഒക്കെ വായിച്ചറിഞ്ഞിട്ടുള്ള ജീവിതങ്ങളെ ഞങ്ങൾ നേരിട്ട് കാണുന്നു, ഓരോ ദിവസവും ആ ജീവിതങ്ങളെ സ്പർശിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പല അനുഭവങ്ങളും മനസ്സിനകത്ത് ആഴത്തിൽ പതിഞ്ഞ നിമിഷങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോഴൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ അഭിനയിക്കാൻ കഴിയും എന്ന്, അതുകൊണ്ടായിരിക്കാം ചിലരൊക്കെ നന്നായി അഭിനയിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഒരു രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് SFIയിലൂടെ വരുന്നു, പിന്നീട് യൂണിയൻ ചെയർമാൻ ആകുന്നു, പിന്നീടുള്ള ഒരു യാത്രയാണല്ലേ. ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് തന്നെയാണ് വരുന്നതും, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വരുന്നതും. രാഷ്ട്രീയം വേണമെന്ന് വീട്ടുകാരുടെ നിർബന്ധമായിരുന്നു, സ്വയം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതാണോ? എനിക്ക് വളർന്നു വന്നൊരു സാഹചര്യം, പപ്പ വളരെ നല്ല രൂപത്തിൽ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ വീട്ടിൽ പറയും. പപ്പ പറയുന്നതൊക്കെ കേൾക്കുകയും പപ്പയും മമ്മിയും കൂടെ സംസാരിക്കുന്ന ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് പൊതുവെ വലിയ ഇഷ്ടമായിരുന്നു രാഷ്ട്രീയം, രാഷ്ട്രീയത്തിലെ നേതാക്കന്മാർ, അവരുടെ പ്രസംഗങ്ങൾ. അപ്പോൾ അന്ന് ചെറുപ്പത്തിൽ തന്നെ എനിക്ക് പൊതുയോഗങ്ങളിലൊക്കെ കൊണ്ടുപോയി പ്രസംഗങ്ങൾ കേൾപ്പിക്കുക. അപ്പോൾ ആ പ്രസംഗങ്ങൾ ശ്രവിക്കാൻ വരുന്ന ആളുകൾ, ശ്രോതാക്കളെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന ഒരു കല, അങ്ങനെയൊക്കെ എനിക്ക് വലിയ ഇഷ്ടം തോന്നിയിട്ടുണ്ട്. പിന്നീട് പപ്പയും അമ്മയും അധ്യാപകരായിരുന്നു. അപ്പോൾ കോയിക്കൽ ഗവൺമെൻറ് ഹൈസ്കൂളിൽ വെച്ചാണ് പപ്പ വിരമിക്കുന്നത്. അപ്പോൾ വിരമിക്കുന്ന സമയത്ത് അവരുടെ ഒരു ഓർമ്മ നിലനിർത്താൻ എന്തെങ്കിലുമൊക്കെ ചെറിയ എൻഡോമെൻറ്റുകൾ ഏർപ്പെടുത്താറുണ്ട് അധ്യാപകർ. അപ്പം പപ്പയും മമ്മിയും കൂടി പപ്പയുടെ പേരിൽ എന്തെങ്കിലും ചെയ്യണം എന്നാലോചിച്ചപ്പോൾ മമ്മി പറഞ്ഞൊരു സജഷൻ, നമുക്ക് കുട്ടികൾക്ക് സാമ്പത്തികമായി ചെറിയ സഹായം മിടുക്കരായ കുട്ടികൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നിർധനരായ കുട്ടികൾക്ക് കൊടുക്കാം. കൂടുതൽ അധ്യാപകരും സമാനമായ പല അഭിപ്രായങ്ങളും പറഞ്ഞു. പക്ഷെ പപ്പ അന്നെടുത്തൊരു തീരുമാനം, സ്കൂൾ ലീഡറിന് ഒരു ചെറിയ തുക സി ജെറോം എൻഡോമെന്റ് എന്ന പേരിൽ കൊടുക്കണം എന്നാണ്. അപ്പം എന്തുകൊണ്ട് സ്കൂൾ ലീഡർ എന്ന് ചോദിച്ചപ്പോൾ പപ്പ പറഞ്ഞു, അല്ല അത് ഒരു ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന, അന്ന് സ്കൂൾ ലീഡർ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഓർത്തത്, അങ്ങനെ സ്കൂൾ ലീഡർ എന്ന് പറഞ്ഞാൽ ഒരു സംഭവമാണ്, ഒരു പ്രധാന ആളാണ് എന്ന തോന്നലിലേക്ക് എൻ്റെ മനസ്സിൽ ആ സമയത്ത് രൂപപ്പെട്ടു വന്നു. പക്ഷെ ഞാൻ പഠിച്ച സ്കൂളിൽ അങ്ങനെ വിദ്യാർത്ഥി രാഷ്ട്രീയമൊന്നും ഇല്ല. കോളേജിലേക്ക് വന്ന സമയത്ത് മത്സരിക്കണം എന്നൊരവസ്ഥ വന്നപ്പോൾ ഞാൻ ആദ്യം പപ്പയോടാ ചോദിച്ചത്. പപ്പ പറഞ്ഞു, ഉറപ്പായിട്ടും നീ മത്സരിക്കണം, അത് വലിയ അവസരമാണ്. പപ്പ പണ്ട് സ്കൂളിൽ ജനറൽ സെക്രട്ടറി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് പപ്പയുടെ ഓർമ്മകളൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ വളരെ താല്പര്യത്തോടു കൂടി, പിന്നെ അതിനുശേഷം വിദ്യാർത്ഥി രാഷ്ട്രീയമായ കേസുകൾ, പോലീസുമായിട്ടുണ്ടാകുന്ന ഏറ്റുമുട്ടൽ, ഇതൊക്കെ ഉണ്ടാകുന്ന ഘട്ടത്തിലും പപ്പയുടെ അടുത്ത് നമ്മളിതൊക്കെ സംസാരിക്കും. ഒരുപക്ഷെ അമ്മ ഭയപ്പെടുകയും ഇതൊന്നും വേണ്ട, ഇതിനൊന്നും അധികം പോകണ്ട, നന്നായി പഠിക്കൂ എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളാണ് പറയാറുള്ളതെങ്കിലും അച്ഛൻ വളരെ നല്ല രൂപത്തിൽ പപ്പ ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ഇതിനകത്തൊക്കെ നമ്മൾ ഏത് രൂപത്തിലാണ് ചെയ്യേണ്ടത്, ഇതിൻ്റെ പ്രാധാന്യം എന്താണ്, അതിനൊക്കെ വളരെ വില കൊടുത്തിരുന്നു എന്നുള്ളതാണ്. ഇപ്പം ഞാനൊരു ക്ലാസ് റെപ്പായി ജയിക്കുന്ന, അല്ലെങ്കിൽ ഒരു UUC ആയി വിജയിക്കുന്നു, അത് ഞാനൊരു റാങ്ക് വാങ്ങുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നായി പപ്പ കണക്കാക്കിയിരുന്നു, എന്നെ അഭിനന്ദിച്ചിരുന്നു, എന്നെ ആ വഴിയിലേക്ക് പോകാൻ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നുള്ളത്. ഞാൻ SFIയുടെ അഖിലേന്ത്യാ സമ്മേളനത്തിന് പങ്കെടുക്കാൻ പോകുന്ന ഘട്ടത്തിൽ പപ്പയ്ക്ക് ശാരീരികമായി ചില ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ ഞാനാണ് പപ്പയ്ക്ക് രാവിലെയും വൈകിട്ടും ഇൻസുലിൻ അന്ന് എടുത്തുകൊണ്ടിരുന്നത്.
അപ്പോൾ ഞാൻ പോയാൽ ഇൻസുലിൻ എങ്ങനെ എടുക്കും? അമ്മയ്ക്ക് ഇൻസുലിൻ എടുക്കാനൊന്നും വലിയ പരിചയമില്ല, പിന്നെ ഇപ്പോഴും ഇല്ല, അങ്ങനെ എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ സമ്മേളനത്തിന് പോകുന്നില്ല, കൽക്കട്ടയിലെ സമ്മേളനത്തിന് പോകുന്നില്ല ഇപ്പം. അപ്പം പപ്പ അതിനകത്ത് പറഞ്ഞൊരു കാര്യം, നീ പോകാതിരിക്കരുത്, അത് നിനക്ക് കിട്ടുന്നൊരു വലിയ അവസരമാണ്. മറ്റൊരു സ്ഥലത്ത് പോകുന്നു, ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു, മറ്റു പല സ്റ്റേറ്റുകളിലെയും പ്രതിനിധികൾ വരുന്നു, അവരുമായി അവിടുത്തെയൊക്കെ എന്താണ് സ്ഥിതി എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നു, നീ പോകാതിരിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാനും മമ്മിയും കൂടെ ആലോചിച്ചൊരു സിസ്റ്റർ വന്ന് ഇൻസുലിൻ എടുക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ ഒരു മഹാലക്ഷ്മി എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ പോയൊരു സിസ്റ്ററെ വിളിച്ചു കൊണ്ടുവന്നു. അപ്പം അങ്ങനെയൊക്കെ എന്നെ എല്ലാ കാര്യത്തിലും, ഇപ്പോൾ ശാരീരിക പരിമിതികൾ അസുഖങ്ങളൊക്കെ ഉള്ളപ്പോഴും പപ്പ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്നു. പപ്പയുടെ മരണശേഷം അമ്മ ഇപ്പം എല്ലാ പരിപാടികളിലും എനിക്കൊപ്പം വരികയും മുഴുവൻ സമയവും എന്നെ ഇങ്ങനെ ഒന്ന് നിലനിർത്തിക്കൊണ്ട് പോകുന്നതിൽ കുടുംബം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ പപ്പ കൈപിടിച്ചുയർത്തിയ രാഷ്ട്രീയം ആ ഒരു യാത്രയിൽ ഇപ്പോൾ പോകുമ്പോൾ പല സ്ഥലത്തും കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് അല്ലേ? പല സ്ഥലങ്ങളിലും കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാകുന്നു. കൈപ്പേറിയ അനുഭവം എന്ന് പറയാൻ കഴിയില്ല, വിമർശനങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പൊ അതില് പാർട്ടിയിൽ നിന്നും ശാസനം കിട്ടിയിട്ടുണ്ടോ? ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല ഇല്ല, ഒരു കാര്യത്തിലും കിട്ടിയിട്ടില്ല. ഇല്ല ഇല്ല, ചിന്തയ്ക്ക് അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. ഇല്ല. പാർട്ടിയിൽ നിന്നും ശാസനകൾ ഉണ്ടാകാറുണ്ട്, ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ലോ. ചിന്തയ്ക്ക് ഉണ്ടായിട്ടില്ല എന്ന് ചിന്ത പറഞ്ഞു, മറ്റുള്ളവർക്ക് ഉണ്ടായിട്ടുണ്ടാകുമല്ലോ. അല്ല, പാർട്ടി ഇപ്പൊ ഏതെങ്കിലും തരത്തിൽ നടപടി എടുക്കുന്നുണ്ടെങ്കിൽ അത് നമുക്കറിയാമല്ലോ. ചിലത് പരസ്യമായ ശാസനകളായിരിക്കും, മറ്റ് അച്ചടക്ക നടപടികളായിരിക്കും. എന്നെ സംബന്ധിച്ച് നാളിതുവരെ അങ്ങനെ പ്രത്യേകിച്ചുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ പാർട്ടിക്കൊരു പ്രയാസം ഉണ്ടാകുന്ന വിധത്തിൽ ഉള്ള പെരുമാറ്റം ഉണ്ടാകാതിരിക്കാൻ ഞാനും പരമാവധി ശ്രമിക്കാറുണ്ട്. പിന്നീട് ബോധപൂർവം നമ്മളെ ആക്രമിക്കാൻ വേണ്ടിയുള്ള വിവാദങ്ങളും മറ്റ് പരാമർശങ്ങളും ഒക്കെ അഴിച്ചുവിടുമ്പോൾ അത് ഒരു വ്യക്തി എന്ന നിലയിലും അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ അഭിപ്രായം പറയുന്ന ഒരാളെന്ന നിലയിലും നമ്മളെ ആക്രമിക്കാൻ വേണ്ടി ബോധപൂർവം നടത്തുന്നതാണെന്നുള്ള ധാരണ പാർട്ടിക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും വലിയ ധൈര്യം പാർട്ടി തന്നെയാണ്. പാർട്ടി അത്തരം കാര്യങ്ങളിലെല്ലാം എനിക്ക് വലിയ പിന്തുണയും സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഞാനും അമ്മയും മാത്രം ഒതുങ്ങുന്ന ഒരു ജീവിതത്തിൽ ഇത്രയും വലിയ അക്രമങ്ങളൊക്കെ പല എന്താണ് പറയുക, ഒരു സൈബർ കൊട്ടേഷൻ തന്നെയൊക്കെ ഉണ്ടായിട്ടും അതിലൊന്നും നമ്മളെ തീരെ അതൊന്നും അഫക്റ്റ് ചെയ്യാതെ പോകുന്നതിൻ്റെ കാരണം പാർട്ടി നൽകുന്ന വലിയ സപ്പോർട്ടും പിന്തുണയും തന്നെയാണ്. ഈ ചെറുപ്രായത്തിൽ അച്ഛൻ്റെ കൈ പിടിച്ചു പോയി പ്രസംഗങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഏറ്റവും പ്രസംഗം ഇഷ്ടപ്പെട്ടിരിക്കുന്നത് എനിക്ക് EMS സഖാവിൻ്റെ പ്രസംഗം ഇഷ്ടമാണ്, നയനാർ സഖാവിൻ്റെ പ്രസംഗം ഇഷ്ടമാണ്. ഇങ്ങനെ എനിക്ക് കുറേ ഇഷ്ടമുണ്ട്. പന്നിയൻ രവീന്ദ്രൻ്റെ പ്രസംഗം ഇഷ്ടമാണ്. അതിലൊക്കെ ഒരു കരുണാകരൻ്റെ പ്രസംഗം ഇഷ്ടമാണ്. കുറേ രാഷ്ട്രീയക്കാരുടെ പ്രസംഗം നമുക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാസംഗികൻ ആരായിരിക്കും രാഷ്ട്രീയത്തിൽ? ഞാൻ ചെറുപ്പത്തിലെ നയനാർ സഖാവിൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്ന ആ ശൈലിയും തമാശകളും ഒക്കെ എനിക്ക് കുട്ടിക്കാലത്ത് വളരെയധികം ഇഷ്ടം തോന്നിയിട്ടുണ്ട്. പിന്നീട് ഞാൻ ഏറ്റവും സ്വാധീനിക്കപ്പെട്ടൊരു പ്രസംഗം പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടന്നപ്പോൾ, ഞാനന്ന് തീരെ ചെറിയ കുട്ടിയാണ്, പപ്പയുമായിട്ടും അമ്മയായിട്ടുമാണ് കേൾക്കാൻ പോയത്. അന്ന് പാർട്ടിയുടെ അന്നത്തെ അഖിലേന്ത്യാ സെക്രട്ടറി സുർജിത് സിംഗ്, ഹർകിഷൻ സിംഗ് സുർജിത്ത്, അദ്ദേഹം ഒരു പ്രസംഗം നടത്തുകയും അത് സഖാവ് MA ബേബി ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ എനിക്കതിൽ ശ്രദ്ധയായി തോന്നിയത് ആ പ്രസംഗം പോലെ തന്നെ മനോഹരമായിരുന്നു ട്രാൻസ്ലേഷനും. അപ്പോൾ അന്ന് എൻ്റെ അടുത്ത് പപ്പ പറഞ്ഞും തന്നു, കണ്ടോ 2 ഭാഷയിലും കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ, അത് ഒരു പ്രത്യേകതയോടുകൂടി അതെനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ എനിക്കതിനകത്തൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രസംഗം എൻ്റെ മനസ്സിൽ നിൽപ്പുണ്ട്. പിന്നീട് പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും ഒക്കെ പിണറായി സഖാവ് വേറെ സ്റ്റൈലാണ്. അതെ, അതിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളുടെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ കൃത്യമായിരിക്കും. അതിനകത്ത് കൂട്ടിച്ചേർക്കേണ്ടതായിട്ടോ വെട്ടിക്കളയേണ്ടതായിട്ടോ ഒരു വാക്കോ ഒരക്ഷരമോ ഒന്നും കാണില്ല. വളരെ കൃത്യമായി, അത് വളരെ സാവധാനം ആ കാര്യങ്ങൾ പറയുന്നു. അത് വളരെ ആകാംക്ഷയോടും സൂക്ഷ്മതയോടും കൂടി നമ്മൾ ശ്രോതാക്കൾ കേട്ടിരിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു പ്രത്യേകത. CPM ൽ നിന്ന് മാറിയാൽ മറ്റു രാഷ്ട്രീയ, കോൺഗ്രസിൽ നിന്നാണെങ്കിൽ ഒരു പ്രസംഗം കേട്ടിട്ടുണ്ടാവുമല്ലോ, അങ്ങനെയെങ്കിൽ ആരുടെ പ്രസംഗമായിരിക്കും ഇഷ്ടം? എനിക്ക് പൊതുവെ രാഷ്ട്രീയം നോക്കുമ്പം ഒരുപാട് പേരുടെ പ്രസംഗങ്ങൾ ഇഷ്ടമാണ്. പക്ഷെ കാർത്തികേയൻ സാറ് പണ്ട് സ്പീക്കറായിരുന്ന സമയത്തൊക്കെ അദ്ദേഹം നമ്മുടെ നാട്ടിലൊക്കെ വന്നിട്ടുള്ള പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ ശബരിയുടെ അച്ഛനാണല്ലോ. അപ്പോൾ അതേപോലെ ആ സമയത്ത് ടീച്ചർ, കാർത്തികേയൻ സാറിൻ്റെ വൈഫ് ഞങ്ങളുടെ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻസും ആയിരുന്നു. അപ്പോൾ ഞാൻ ടീച്ചറോട് തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗ
ശൈലി ഇഷ്ടമാണ്, അദ്ദേഹം അവതരിപ്പിക്കുന്നത് കേൾക്കുമ്പോൾ ഇഷ്ടം തോന്നാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് രസകരമായ പ്രസംഗങ്ങൾ പറയുന്ന ആളുകളുണ്ട്. ഇപ്പം കടന്നപ്പള്ളി പ്രസംഗിക്കുന്നത് വേറൊരു രീതിയിലാണല്ലോ. അപ്പം അങ്ങനെ ഓരോ ആളുകളുടെയും പ്രസംഗങ്ങൾക്കകത്തുള്ള ഇതിപ്പം ഈ അടുത്തിടയ്ക്ക് ഞാൻ വളരെ സൂക്ഷ്മമായി കേട്ട പ്രസംഗങ്ങളിലൊന്നാണ് ഇളമരം കരീമിന്റെ പ്രസംഗം. കരീം സഖാവ് ആഴത്തിൽ പഠിച്ച് ഒരു 10 പുസ്തകം വായിക്കുന്ന അറിവ് നമുക്കത് കേട്ടാൽ തോന്നും.